ഹലോ, വെൽക്കം ടു സുജാസ് കിച്ചൺ. ഞാൻ ഈ ചാനൽ കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അവനവൻ്റെ കുക്കിംഗ് പാഷനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഞാനിതിൽ പ്രധാനമായിട്ടും മസാലകളാണ് ചെയ്യണത്. ഈ മസാലകളെല്ലാം തന്നെ ഞാൻ വലിയ ക്വാണ്ടിറ്റിയിൽ സെയിൽ ചെയ്യണ സാധനങ്ങളും കൂടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു അറബിക് മസാലയാണ്. അത് മന്തി, കബ്സ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അല്ലാത്ത കട്ട്ലറ്റ് പോലെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് മല്ലിയാണ്. ഒരു 2 ടേബിൾ സ്പൂണ്. ആ മല്ലി നന്നായിട്ട് വറുത്തെടുക്കുക. അടുത്തത് 1 ടേബിൾ സ്പൂൺ പട്ടയാണ്. പട്ട പൊട്ടിച്ച് എടുത്തതാണ്. പൊട്ടിച്ചാണ് 1 ടേബിൾ സ്പൂൺ കണക്കാക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. അടുത്തത് 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പും 1/2 ടേബിൾ സ്പൂൺ ഏലക്കയാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വറുക്കുക. ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അതിൻ്റെ കൂടെ ഒരു 5-6 കാശ്മീരി ചില്ലി കൂടെ ചേർക്കണം. ശരിക്കും പാപ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചില്ലിയാണ് ചേർക്കേണ്ടത്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ്. ആ വീഡിയോ എടുത്തത് കട്ടായിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതും കൂടെ ചേർക്കാൻ മറക്കരുത്. ഇനി അടുത്തത് പെരുംജീരകം 1 ടേബിൾ സ്പൂണ്. സാധാരണ ജീരകം, അതായത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം ഒരു 1/2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു നുള്ള് സാജീരകവും കൂടെ ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. ജീരകം ഒന്ന് പൊട്ടണ സൗണ്ട് വരുന്നവരേക്കാണ് വറക്കേണ്ടത്. അത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് 2 ഉണക്ക നാരങ്ങയാണ്. അതാണ് ഈ അറബിക് മസാലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അറബിക് മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നതും അതാണ്. അപ്പോൾ അതിൻ്റെ കുരു, അതിനകത്ത് നിറയെ ചെറിയ കുരുകൾ ഉണ്ടാവും. അപ്പോൾ ആ കുരു മാറ്റിയിട്ട് വേണം നമ്മൾ വറുത്ത് പൊടിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് എടുക്കുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇപ്പോൾ അത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആ കുരു കളയാൻ ശ്രദ്ധിക്കണം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വറക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടിയുടെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് തണുത്ത ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല മന്തിയുടെ മസാല റെഡിയാവും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും കൂടെ ചേർക്കുക. ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പോൾ ടേസ്റ്റ് ഒരു എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് കേടാവാതിരിക്കാനും നല്ലതാണ്. പിന്നെ ചിലരൊക്കെ അതിൽ സിട്രിക് ആസിഡൊക്കെ ചേർക്കാറുണ്ട്. അത് ഞാനങ്ങനെ ചേർക്കാറില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊടിച്ച് 25 ഗ്രാം 50 ഗ്രാം പാക്കറ്റുകളാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.